PSCയിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? PSC ബിഗിനർ എന്ന നിലയിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിരുന്നു. ഇന്ന് ആ തെറ്റുകൾ ഞാൻ നിങ്ങളോട് പറയാണ്. കാരണം നിങ്ങളും ആ തെറ്റുകളൊന്നും ആവർത്തിക്കരുത്. ഫസ്റ്റിലത്തെ തെറ്റ് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടൊരു ടൈം ടേബിൾ ഇല്ലാണ്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. ഞാനൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിരുന്നു, പക്ഷേ പ്രോപ്പർ ആയിരുന്നില്ല. ഒരുപാട് അവേഴ്സൊക്കെ വെച്ചിട്ടുള്ളൊരു സ്റ്റഡി റൊട്ടീനായിരുന്നു ഞാൻ അതിൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് സിലബസ് കംപ്ലീറ്റ് ആകാൻ കുറേ അധികം സമയമെടുക്കുമെന്ന് മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ റിവിഷൻ ചെയ്തിരുന്നില്ല. പുതിയ കാര്യങ്ങൾ പഠിക്കാനല്ലാണ്ട് പഴയ കാര്യങ്ങളൊന്നും ഞാൻ റിവിഷൻ ചെയ്തില്ല. റിവിഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് എക്സാമിന് പോകുമ്പോൾ കാര്യങ്ങളൊന്നും ഓർമ്മ കിട്ടാറില്ലായിരുന്നു. പിന്നീടാണ് റിവിഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് PSC എക്സാംസ് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ വൈകിയിരുന്നു. PYQ സ്ഥിരമായി ചെയ്യുന്നത് എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ സഹായിക്കുന്നു മനസ്സിലായിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ഞാൻ അവസാന സമയത്തേക്ക് മാറ്റി വെച്ചിരുന്നു. ദിവസവും കുറച്ച് സമയം ഇതിന് നൽകിയിരുന്നെങ്കിൽ കൂടുതൽ എളുപ്പമായെന്ന് തോന്നിയിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ഒന്നും ഞാൻ തീരെ നോക്കില്ലായിരുന്നു ആദ്യ സമയത്തൊന്നും. ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കൊക്കെ പഠിച്ചു പോകാമെന്നല്ലാണ്ട് ഞാൻ കറണ്ട് അഫെയർ ഒന്നും അധികം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഞാൻ ചെയ്തൊരു വലിയ മിസ്റ്റേക്കായിരുന്നു. നെക്സ്റ്റ് ഞാൻ കൂടുതൽ സമയം പഠിക്കുന്നതിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. എത്ര ക്വാണ്ടിറ്റി പഠിച്ചെന്നതിലായിരുന്നില്ല, കൂടുതൽ സമയം എങ്ങനെ പഠിക്കാമെന്നായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ആദ്യം ഞാൻ PSC പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു 10 അവറൊക്കെ മിനിമം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് 2-3 ദിവസം ആകുമ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്ത് മെല്ലെ മെല്ലെ ആ അവേഴ്സൊക്കെ കുറച്ച് കൊണ്ടുവന്ന് നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങി. എന്ന് വെച്ച് ഞാൻ 1-2 മണിക്കൂറൊന്നുമല്ല പഠിച്ചിരുന്നത്. കുറച്ചും കൂടി കൂടുതൽ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം 10-12 മണിക്കൂറുകളൊക്കെ പഠിക്കുന്ന ആളുണ്ടാവും. എന്നാലും ബിഗിനർ എന്ന നിലയ്ക്ക് എനിക്കത് വളരെ ടഫായിരുന്നു. ഒരു ബിഗിനറായ സ്റ്റുഡൻറ്റിന് 10-12 മണിക്കൂറൊക്കെ പഠിക്കുക എന്നുള്ളത് വളരെ ടഫായിരുന്നു. പക്ഷേ ബിഗിനർ എന്ന ലെവലിൽ നിന്ന് കുറച്ചുകൂടി മുകളിലോട്ട് വന്നപ്പോൾ അതൊക്കെ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് വന്നിട്ടുണ്ട്. 2 മണിക്കൂർ ശ്രദ്ധയോടെ പഠിക്കുന്നത് 6 മണിക്കൂർ ശ്രദ്ധയില്ലാതെ പഠിക്കുന്നതിനേക്കാളും നല്ലതാണെന്ന് മനസ്സിലായി. ചില സമയങ്ങളിലൊന്നും എല്ലാം മനസ്സിലാകണമെന്നില്ല. എന്നാൽ മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ ഞാൻ കാണാപ്പാഠം പഠിച്ചിരുന്നു. ഞാൻ മോക്ക് ടെസ്റ്റുകളൊന്നും തീരെ അറ്റൻഡ് ചെയ്യാത്ത ഒരാളായിരുന്നു. യൂട്യൂബിൽ നിന്നൊക്കെ നോക്കിയിട്ട് കുറേ ആപ്പുകളൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചെന്നല്ലാണ്ട് മോക്ക് ടെസ്റ്റുകളൊന്നും ഞാൻ തീരെ അറ്റൻഡ് ചെയ്യില്ലായിരുന്നു. PSC പഠനം തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. കുറേ മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കണം. യൂട്യൂബിലൊക്കെ എല്ലാവരും അങ്ങനെ കുറേ മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ പതിയെ എനിക്കത് ബോറടിക്കാന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനമായി ഒരു കാര്യം, PSCയിൽ തെറ്റുകൾ ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നതാണ് പ്രധാനപ്പെട്ടത്. ചെറിയ തെറ്റുകളൊക്കെ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ പഠന രീതിയിൽ നല്ല വ്യത്യാസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചത്. നിങ്ങളും PSCക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റുകൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അത് മറ്റുള്ളവർക്കും ഒരു പാഠമാകാം. നമ്മളെല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. പഠനം നിർത്തരുത്. ഓരോ ദിവസവും ചെറിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകൂ. ഒരു ദിവസം ആ സർക്കാർ ജോലി നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.